ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോഴത്തെ പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗത്ത് തൃത്താലയ്ക്ക് അടുത്താണ് കേട്ടോ. ഇവിടെ നമ്മുടെ സുഹൃത്തിൻ്റെ കയ്യിലുള്ള 1968 മോഡൽ വില്ലീസ് ജീപ്പാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണത്. അടിപൊളി വില്ലീസ് ജീപ്പാണ്. അപ്പോൾ ഇവിടെ തൃത്താല, പട്ടാമ്പിക്കടുത്ത് തൃത്താല. അപ്പോൾ തൃത്താല ഗോകുല സ്കൂളിനടുത്ത് ടീമിൻ്റെ അടുത്താണ് ഇപ്പോൾ നമ്മുടെ വണ്ടി ഉള്ളത് കേട്ടോ. എൻ്റെ പേരെന്താ ഏട്ടാ? മുബാസ് അല്ലേ? ഓക്കെ. വണ്ടി എവിടെ നടത്തത്? അത് ശരി. ഓഹോ ഹോ ഹോ. എവിടെ നടത്താൻ വണ്ടി? അടുത്ത അല്ലേ? ഇതിൻ്റെ ഈ സെല്ലേഴ്സിൻ്റെ അടുത്ത് നടത്താതോ? അത് ശരിയല്ലേ? ഓക്കെ, കണ്ടില്ലേ വില്ലീസിൻ്റെ കിട്ടില്ലൻ ജീപ്പ്. ഓ, നമുക്ക് റയറായിട്ട് കാണാൻ പറ്റിയൊരു പീസാണ് കേട്ടോ. ഇപ്പോൾ വീഡിയോയിലെങ്കിൽ വീഡിയോയിൽ കണ്ടോളൂ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ വില്ലീസ് ജീപ്പിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ ജീപ്പ് അമേരിക്കൻ മിലിറ്ററിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ. കാരണം അതായത് 2ാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്കൻ മിലിറ്ററിയുടെ ആവശ്യങ്ങൾക്കായിട്ട് യുദ്ധത്തിന് വേണ്ടിയിട്ട് പോകാനുള്ള ഒരു വാഹനം അവർക്ക് വേണമായിരുന്നു. ഏത് പരിസ്ഥിതിയിലും റോഡില്ലാത്തടത്തും കാട്ടിലായാലും മേട്ടിലായാലും പോകാൻ വേണ്ടി അവരൊരു വാഹനം കണ്ടുപിടിക്കേണ്ടായി. അതാണ് വില്ലീസ് ജീപ്പ്. അന്ന് യുദ്ധത്തിനൊക്കെയാണ് ഉപയോഗിച്ചത്. പിന്നീട് ഇന്ത്യയിൽ മഹീന്ദ്ര കമ്പനി പുനർനിർമ്മിക്കേണ്ടായി കേട്ടോ. കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ വില്ലീസ് ജീപ്പിൻ്റെ ഉൽപ്പാദനമൊക്കെ നിർത്തി. എങ്കിലും ഇപ്പോൾ കുറേ പീസുകൾ നമ്മുടെ പല ഭാഗത്തിൻ്റെ രാജ്യത്തിൻ്റെ പല ഭാഗത്തുണ്ട്. അതിൻ്റെ ഉടമസ്ഥരാണെങ്കിൽ ഒട്ടും തന്നെ വിട്ടു കൊടുക്കാണ്ട്, അല്ലെങ്കിൽ ഉള്ളതിനെ ഏറ്റവും ഭംഗിയായിട്ട് പരിപാലിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇപ്പോഴത്തെ അത്യാധുനിക വണ്ടിയുടെ പോലൊന്നും വലിയ മൈലേജൊന്നും ഉള്ളതല്ല, പക്ഷേ അതിൻ്റെ ഭംഗിയും പ്രൗഢിയും ആ പൗരാണികതയും ആ വിൻറ്റേജ് വാഹനം എന്നുള്ള കാര്യമൊക്കെ വെച്ചുകൊണ്ട് ആളുകൾ സംരക്ഷിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, 1968 മോഡൽ വില്ലീസ് ജീപ്പാണ് കേട്ടോ. അതിൻ്റെ ഓപ്പറേഷനാണ് കാണുന്നത്. ഓക്കെ, അടിപൊളി. ഗ്ലാസ് ഫ്രണ്ടിലേക്ക് മറിച്ച് തരാം കേട്ടോ. അതിൻ്റെ ട്രിക്കാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോണത്. ഓക്കെ, ആ ഇതിവിടെ പൊക്കണം അല്ലേ? ആ ഓക്കെ. ഓ, അടിപൊളി. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വണ്ടി മാക്സിമം റിസ്റ്റോറേഷൻ ചെയ്തെടുത്ത വണ്ടിയാണ് കേട്ടോ. ബ്രേക്കും ക്ലച്ചൊക്കെ നോക്ക്, ആക്സിലേറ്ററൊക്കെ നോക്ക്, പുതിയ രീതിയിൽ പുതിയ വണ്ടിയുടെ മോഡൽ തന്നെ ആക്കിയിട്ടുണ്ട്. ഇത് പിന്നെ പവർ സ്റ്റിയറിംഗ് ആണ്, പവർ ബ്രേക്കാണ്, 4 വീൽ ഡ്രൈവ് ആണ്, ഹാൻഡ് ബ്രേക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സ്റ്റിയറിംഗ് ബെൻസിൻ്റെ സ്റ്റിയറിംഗ് ആണ്. ഇപ്പോൾ നന്നായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പൈസ മുടക്കി അവരുടെ ക്രേസ്, ഇതിൽ താല്പര്യം മുഴുവൻ ഇതിൻ്റെ മുകളിൽ അവർ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്തുമാത്രം അവർക്ക് ഇഷ്ടമുണ്ട് എന്നുള്ളതിന് അതിന് വേണ്ടിയിട്ടുള്ള പണച്ചെലവ് മുടക്കി ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് പരിപാലിച്ച് നിർത്തിയിട്ടുണ്ട്. ഇതൊക്കെ വളരെ ചുരുക്കമായിട്ടേ കാണാൻ സാധിക്കുള്ളൂ. ഓക്കെ, താങ്ക്സ്.